കുർബാന അർപ്പണത്തിൽ ഈശോയാണ് ഒരുമിച്ച് നടക്കലിന്റെ കേന്ദ്രം. കാർമികന്റെ കാപ്പയുടെ പിന്നിലുള്ള സ്ലീവ കാണുമ്പോൾ ഇതാണ് ജനം മനസ്സിലാക്കേണ്ടത്. ദൈവമാണ് കേന്ദ്രം. അതാണ് അൽത്താരാഭിമുഖ കുർബാനയുടെ പ്രാധാന്യവും പവിത്രതയും. ഇത് മനസ്സിലാക്കാതെയാണ് വിമത പുരോഹിതർ സ്ലീവ മറച്ചു വെച്ച് ജനാഭിമുഖം ജനങ്ങളുടെ മുഖത്ത് നോക്കി കുർബാന ചൊല്ലാൻ ഒരുങ്ങിത്തിരിക്കുന്നത്. അതാണത് ദൈവ ഹിതമല്ല, ദൈവവിരുദ്ധം എന്ന് പറയുന്നത്. ദൈവത്തേക്കുള്ള ആമുഖമായ തിരിഞ്ഞേൽപ്പ്, ജനങ്ങൾക്കൊപ്പം ദൈവ സാന്നിധ്യം പങ്കുവയ്ക്കുന്ന ദിശ, ഈ രണ്ട് നിയമാനുസൃത വഴികൾ ഉപേക്ഷിച്ച് മൂന്നാമത്തെ 50-50 എന്ന കൃത്രിമ കുർബാന വഴിയെ വിശ്വാസികളെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് സഭാ പാരമ്പര്യത്തോടുള്ള വിശ്വാസവഞ്ചന തന്നെയാണ്. ദൈവം സ്ഥാപിച്ച കുർബാനയെ മനുഷ്യൻ ഒരിക്കലും ചുരുക്കരുത്. ജനാഭിമുഖമെന്നും 20-20 അല്ലെങ്കിൽ 50-50 എന്നും ഒക്കെ പറഞ്ഞ് അതിനൊരു വികൃത രൂപം കൊടുക്കരുത്. ഐക്യരൂപവും എല്ലാം വിശ്വാസികളുടെ പുരോഹിതരുടെ ആത്മാവിൽ നിന്ന് പിറക്കേണ്ടതാണ്, അല്ലാതെ ഇതുപോലുള്ള സമവായ ഉത്തരവുകളിൽ നിന്നല്ല.